നമസ്കാരം, RJ രതീഷാണ് ഫ്രം റേഡിയോ മലയാളം 98.6. ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് മലയാളത്തിൽ മനുഷ്യനൊരാമുഖം ഒരുക്കിയ സമുദ്രശിലയും ജ്ഞാനസ്നാനവും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, ബാലസാഹിത്യകാരൻ, മാതൃഭൂമി ആഴ്ച പതിപ്പിലെ അസിസ്റ്റന്റ് എഡിറ്റർ കൂടിയായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ. നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനെ റേഡിയോ ലൈബ്രറിയിലേക്ക്. നമസ്കാരം, സ്വാഗതം റേഡിയോ മലയാളം 98.6ലേക്ക്. നമസ്കാരം. ഖത്തറിലേക്ക് സ്വാഗതം. ഖത്തറിൽ വന്നിട്ട് എങ്ങനെയുണ്ട് സർ? ഖത്തറിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പല കാലങ്ങളിലായിട്ട് ക്ഷണിക്കുന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് വരാനൊരു സൗകര്യം കിട്ടിയത്. ഇന്നിപ്പോൾ ഒന്ന് ഖത്തർ കാണാം എന്ന് കരുതിയിട്ട് കറങ്ങുന്നു. സമാധാനമുണ്ട് ഇവിടെ. കുറേ ഈ വലിയ അമ്പരചുംബികൾ കുറവാണ്. പൊതുവെ ഗൾഫ് രാജ്യങ്ങളെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ മറ്റു മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ കാണുന്ന ഈ കൂറ്റനെടുപ്പുകൾ കൊണ്ട് ഭയപ്പെടുന്ന സംഗതി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സമാധാനമുണ്ട്. പരന്നു കിടക്കുന്ന, മലർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, എഴുന്നേറ്റ് നിൽക്കുന്ന കെട്ടിടങ്ങളല്ല, മലർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ. പിന്നെ എവിടെയുള്ള പോലെ നല്ല മലയാളികളുടെ സാന്നിധ്യം, വായനക്കാരുടെ ആധിക്യം, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എഴുത്തുകാർ കുറേയധികം പേരുണ്ട്, ധാരാളം എഴുത്തുകാരുണ്ട്. അപ്പോൾ അസലായിട്ട് നല്ല ശുദ്ധമായ മലയാളത്തിൽ ഗംഭീരമായിട്ട് കവിതകൾ എഴുതുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ കണ്ടു, യുവാക്കളെയൊക്കെ. അത് ഇത്രയും ദൂരെ നമുക്കത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷം, ഒരു മലയാളി എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയാണ്, ഈ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് ഞാൻ തന്നെ ഇട്ട പേരാണ്. 4.5 വയസ്സുള്ളപ്പോൾ. അതെ, വാശി പിടിച്ചിട്ടതാ. അച്ഛനും അമ്മയും എനിക്കിട്ട പേര് സുരേഷ് കുമാർ എന്നാണ്. സുരു എന്നാണ് എന്നെ എപ്പോഴും വീട്ടിൽ വിളിക്കുന്നത്. സുരേഷ് കുമാറിന്റെ ചെറിയ ഷോർട്ട് ഫോം സുരു എന്ന് തന്നെ വിളിക്കുന്നത്. പക്ഷെ എൻ്റെ വീട്ടിലെ ചുമരിൽ അച്ഛൻ ദേശീയ നേതാക്കന്മാരുടെ പടങ്ങൾ, പഴയ കാലത്തെ രീതിയാണ്, പഴയ വീട്ടു ചുമരുകളിലൊക്കെ ചില്ലിട്ട് വെച്ച ദേശീയ നേതാക്കന്മാരുടെ പടങ്ങൾ ധാരാളമുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും കേമനായിട്ട് തോന്നിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസാണ്. ഊരിപ്പിടിച്ച വാളുമായിട്ട് നെഞ്ചത്ത് ഒരുപാട് സ്റ്റാറുകൾ കുത്തി നിൽക്കുന്ന ഗംഭീരനായ സുഭാഷ് ചന്ദ്രബോസ്. അപ്പം അച്ഛൻ ഇതൊക്കെ മഹാന്മാരാണെന്ന് പറഞ്ഞു തരും, സ്വാതന്ത്ര്യ സമര നേതാക്കളാണെന്ന് പറഞ്ഞു തരും. അങ്ങനെ മഹാന്മാരാകാനുള്ള ഒരു പ്രധാനപ്പെട്ട യോഗ്യത ഇങ്ങനെ ചുമരിൽ ചില്ലുപടമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്നത്തെ ഒരു സങ്കല്പം. അതുകൊണ്ട് ഇതിനകത്ത് ഇതിന്റെ രാഷ്ട്രീയമോ ചരിത്രം നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ വലുതാകുമ്പോൾ ഇതുപോലെ ചുമരിൽ വരുന്ന ഒരാളായി തീരണമെന്നൊരു ആഗ്രഹം എനിക്ക് കുട്ടി മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്കൂളിൽ ചെന്ന് ചേർത്തപ്പോൾ അച്ഛൻ സുരേഷ് കുമാർ എന്ന് പറയുകയും ഞാൻ വാശി പിടിച്ച് കരയുകയും ചെയ്തു. എനിക്ക് സുരേഷ് കുമാർ എന്ന് പേരുള്ള ഒരാൾ ഒരിക്കലും മഹാനാവാനൊരു സാധ്യതയില്ലല്ലോ. താന്തിയ തോപ്പി, ബാലഗംഗാധര തിലകൻ, അങ്ങനെയുള്ള ഗംഭീരങ്ങളായ പേരുകളുടെ ഇടയിൽ സുരേഷ് കുമാർ ഒരു മോശം പേരല്ലേ. ഞാൻ സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള പേര് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് എൻ്റെ മാഷ് തൽക്കാലം സുഭാഷ് ചന്ദ്രൻ ഇടാം, ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട പേരാത്. അപ്പോൾ അങ്ങനെ വായന തുടങ്ങിയപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രഭവകേന്ദ്രം ഒന്ന് തന്നെയാണ്, ക്രിയേറ്റിവിറ്റിയുടെ പ്രഭവകേന്ദ്രം ഒന്ന് തന്നെയാണ്. ഇപ്പം ചിത്രരചനയായാലും ശില്പ നിർമ്മാണമായാലും കഥ എഴുത്ത്, കവിത എഴുത്ത്, സിനിമ ഒക്കെ എല്ലാത്തിൻ്റെയും ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് ഇത് വരുന്നത്, ഈ ക്രിയേറ്റിവിറ്റി വരുന്നത്. നമ്മൾ ഏതിനെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏതിനെയാണോ നർച്ചർ ചെയ്യുന്നത്, അങ്ങനെയാണ് അത് വളർന്നു വരിക. അപ്പോൾ അക്ഷരത്തിൻ്റെ ഒരു സുഖം, അക്ഷരത്തിൻ്റെ ഒരു അത്ഭുതം, വിസ്മയമൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ കൂടുതൽ അങ്ങനെ വായിക്കുകയും കഥയും കവിതയും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതിയ കഥയാണ് ഈഡിപ്പസിൻ്റെ അമ്മ എന്ന് പറഞ്ഞ കഥ. അതാണ് എൻ്റെ കഥാസമാഹാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കഥ. 17 വയസ്സിൽ എഴുതിയ കഥയാണ്. എൻ്റെ സ്കൂളിൽ ഒരു തങ്കമണി ടീച്ചർ, മലയാളം പഠിപ്പിക്കുന്ന തങ്കമണി ടീച്ചർ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെപ്പറ്റി ഞാൻ സങ്കല്പിച്ച് കിട്ടുകയാണ്. അവരുടെ ജീവിതം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതിങ്ങനെയായിരിക്കും ഒരു മരിച്ചത് എന്നുള്ള മട്ടിൽ എഴുതിയ കഥയായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ കഥ. അച്ഛൻ അത് കേട്ടിട്ട് എന്താണ് പറഞ്ഞത്? അച്ഛനല്ലേ പറഞ്ഞു കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം? അച്ഛൻ വായിക്കാനൊക്കെ നിർബന്ധിച്ചിരുന്നു. അച്ഛനത് വായിച്ചിട്ട് അച്ഛനൊരു സ്വതവേ അധികം എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല, സൈലൻ്റ് ആയിട്ടുള്ള ആളാണ്. പിന്നെ കമ്പനി തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ. ധാരാളം വായിക്കുമെങ്കിലും അങ്ങനെ 5 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പം അങ്ങനെ ഈച്ച് ആൻഡ് എവരി പിടിച്ചിട്ട് ഉപദേശിക്കാനോ അങ്ങനെയൊന്നും അച്ഛന് സമയം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ. പക്ഷെ അച്ഛന് ഞാൻ എന്തെങ്കിലും ഈ ക്രിയേറ്റിവിറ്റിയുടെ ലെവലിൽ എന്തെങ്കിലും ആവുമെന്ന് അച്ഛന് ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാത്തിലും താല്പര്യം ഉണ്ടായിരുന്നു. പാടാൻ, വരയ്ക്കാൻ, ശില്പം ചെയ്യാൻ, അങ്ങനെയുള്ള ക്രിയേറ്റീവ് സംഗതികളിലൊക്കെ എനിക്ക് കുട്ടിക്കാലം മുതൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊക്കെ ഞാൻ ഏർപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന അച്ഛന് ചെറിയ മന്ദസ്ഫിതം നോക്കി നിൽക്കായിരുന്നു. ഇവനെ എവിടം വരെ പോകുമെന്നറിയാം എന്നുള്ള മട്ടില്ല. വേളയെ കൊച്ചായതുകൊണ്ടൊരു അസുഖക്കാരൻ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഞാൻ കാണാത്ത സിനിമയുടെ കഥകളൊക്കെ അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കും വൈകുന്നേരങ്ങളിൽ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ വിചാരം അച്ഛനെ വിശ്വസിക്കുന്നുണ്ടെന്നാണ്. ഞാൻ ഉച്ചയ്ക്കൊരു പോയി സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ അതേ ഒന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അങ്ങനെ അത് കേട്ടിരുന്നിട്ട് അച്ഛന് ഇന്നാണ് നമുക്ക് മനസ്സിലാവുന്ന അച്ഛനതൊക്കെ അറിയായിരുന്നു, അച്ഛനത് നമ്മളെ പറ്റിക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ നസീർ ആദ്യം തന്നെ വരും ബൈക്കിന്,
എന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ കഥ ഫുൾ സിനിമാ കഥ പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛനത് തലയാട്ടി കേൾക്കുകയും മുഴുവൻ കേൾക്കുകയും ചെയ്തത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്ന അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അല്ലാണ്ട് മണ്ടത്തരം പറയലടാ നീ എവിടെ സിനിമയ്ക്ക് പോകാൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളവിടെ നിർത്തിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കവിത എഴുത്തിലാണ് എനിക്ക് കൂടുതൽ സമ്മാനങ്ങൾ കുട്ടിക്കാലത്ത്. പാട്ടിൽ പ്രധാനമായിട്ട് പാട്ടിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പിന്നെ പഠിക്കാൻ സ്കൂളിൽ ഫസ്റ്റൊക്കെ കിട്ടിയിരുന്നു. ചെറിയ 50 രൂപ മികച്ച കുട്ടിക്കുള്ള സമ്മാനം, പഠിക്കുന്ന കുട്ടിക്കുള്ള സമ്മാനമൊക്കെ എനിക്ക് എല്ലാ വർഷവും കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ അച്ഛനൊക്കെ അറിഞ്ഞിരുന്നു, അത് ആസ്വദിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരു മേജർ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു റൈറ്ററായി തീരുന്നതൊന്നും കാണുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചുപോയി. എൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെയുള്ള വലിയ പുരസ്കാരങ്ങൾ കാണുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചുപോയി. ഒരു എഴുത്തുകാരൻ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കേണ്ട ഒരാൾ കൂടി തന്നെയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സൃഷ്ടിക്കാനായിട്ട് എങ്ങനെയുള്ള വായനയാണ് വേണ്ടത്? നമ്മൾ എഴുതപ്പെടുന്നതെല്ലാം സാഹിത്യമല്ല. പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മളെ സ്വയം ആവിഷ്കരിക്കാനുള്ള ഒരുപാട് മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും ആവിഷ്കർത്താക്കളായി മാറി. ദൈനംദിന സംഭവങ്ങൾ, ഞാൻ അവിടെ പോയി ഇവിടെ പോയി, എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ, പഴയ കാമുകിയെ കണ്ടു, അച്ഛൻ മരിച്ചു, അമ്മയുടെ ചേട്ടൻ പുറപ്പെട്ടു പോയി, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള എഴുത്ത് ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട്. അതിലൊക്കെ ക്രിയേറ്റിവിറ്റിയുടെ അംശം ഉണ്ടോ എന്ന് വെച്ചാൽ അവരത് ഉദ്ദേശിക്കുന്നില്ല. ക്രിയേറ്റീവായിട്ടൊന്നും അവൻ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഭംഗിയുള്ള എഴുത്ത് കണ്ട് നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ മുഴുവൻ വായിക്കും. ആദ്യത്തെ വാചകം വായിച്ചാൽ മുഴുവൻ വായിക്കും. പക്ഷെ അക്ഷരത്തെറ്റും വാചകത്തെറ്റും ഇല്ലാതെ രസകരമായ സംഭവ വിവരണമൊന്നും അല്ല സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാഷ കൊണ്ട് മാത്രം ആവിഷ്കരിക്കാൻ പറ്റിയ, ഇപ്പൊ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഹൃദയ വികാസം ഉണ്ടല്ലോ, ഗംഭീരമായ ശില്പം കാണുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയ വികാസമുണ്ട്. കൾച്ചറായിട്ട് നമ്മൾ പെട്ടെന്ന് ബന്ധിക്കപ്പെടും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഗംഭീരനായ ജീവിയെ പറ്റി നമുക്കൊരു അഭിമാനം തോന്നും. ഓഹ്, ഇതെന്തൊരു ജന്തുവാ, ഇതൊരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത് പാടുന്ന ആൾ, ഇത് വരച്ച ആൾ, ഗോർണിക്ക ശില്പം ചെയ്ത ആൾ, ചിത്രം വരച്ച ആൾ, പിയത്ത ശില്പം ചെയ്ത ആൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വലിയ അഭിമാനബോധം ഉണ്ടാവും. നമ്മളിതിൻ്റെ അംഗമാണെന്നുള്ള ബോധം ഉണ്ടാവും. അങ്ങനെ ഒരു ഞാനും ഇത് സൃഷ്ടിച്ച ആളുടെ കുലത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള ഒരു അഭിമാനബോധം ഒരു വായനക്കാരിൽ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ സാഹിത്യം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അക്ഷരത്തിൻ്റെ ആയിട്ട് ഇപ്പം പത്രം അക്ഷരങ്ങളാണല്ലോ, നമ്മൾ ഫേസ്ബുക്ക് അക്ഷരമാണ്, നമ്മുടെ കാമുകിക്ക് അയക്കുന്ന മെസ്സേജുകൾ അക്ഷരമാണ്. അതൊന്നുമല്ല സാഹിത്യം. അതിനകത്തൊക്കെ നല്ലതും ചിത്രമൊക്കെ ഉണ്ടാവും, ഗംഭീരങ്ങളാണ്ടാൻ രസകരങ്ങളായി ഉണ്ടാവും, വിറ്റി ഉണ്ടാവാം. പക്ഷേ അതൊന്നും സാഹിത്യമല്ല. സാഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എൻ്റെ കൾച്ചറുമായിട്ട്, മനുഷ്യകുലത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയായി ബന്ധപ്പെട്ട മുഴുവൻ സർഗാത്മകതയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഗതി കണ്ട് ഞെട്ടുമ്പോഴാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അത് എഴുതിയ ആളെ ഒന്ന് കാണണമെന്ന് തോന്നുക. സെർട്ടൻ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാല് തൊട്ട് വന്ദിക്കണമെന്ന് തോന്നും. അത്രയും ഗംഭീരങ്ങളായ എഴുത്തുകളുണ്ട്. അത് മാത്രമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എഴുത്തുകളാണ്. പാട്ടുകാരും ഗായകരും ഉണ്ട്. എല്ലാ പാട്ടുകാരും ഗായകരല്ല. ഗായകന് 5 മിനിറ്റുള്ളൊരു പാട്ടിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വെച്ചിട്ട് നമ്മളെ ഓഹ് എന്ന് പറയിക്കും. അതാണ് യഥാർത്ഥ ഗായകൻ. ബാക്കിയെല്ലാവരും പാട്ടുകാരാ. അവർക്ക് സംഗീത സംവിധാനം പറഞ്ഞു പറഞ്ഞാൽ അത് സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ പാടാനൊക്കെ പറ്റും. 5 മിനിറ്റ് അവരും പാടും. പക്ഷെ ഒരു മഹാഗായകൻ പാടുമ്പോൾ അതിനകത്ത് ഒരു നിമിഷത്തിൽ വെച്ചിട്ട് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന് എനിക്കും പാടാൻ പറ്റും, നിനക്കും പാടാൻ പറ്റും, ആർക്കും പാടാൻ പറ്റും. മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂ ചാർത്തിയ പോലെ, അതങ്ങോട്ട് ആ ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്ന പോലെ ഒരു പൊങ്ങലുണ്ട്. പിന്നെ അവിടെ വെച്ച് നമ്മൾ ഓഹ് എന്ന് പറഞ്ഞു, അത് മറ്റവൻ പാടിയേ കിട്ടില്ല, ഇവൻ പാടിയേ കിട്ടില്ല. അത് ദാസേട്ടൻ പാടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ജയേന്ദ്രൻ പാടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ബ്രഹ്മാനന്ദൻ പാടുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ, ആ കിക്ക് കിട്ടുള്ളൂ. അതുപോലെ ഒരു മൊമെന്റ്, ഒരു മൊമെന്റ് സാഹിത്യത്തിലുണ്ട്, എഴുത്തിലുണ്ട്, അക്ഷരത്തിലുണ്ട്. ആ മൊമെന്റ് സൃഷ്ടിക്കുന്ന ആളെയാണ് നമ്മൾ എഴുത്തുകാരൻ യഥാർത്ഥ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ എഴുത്തിൻ്റെ കാലമാണ്. പുതിയ പുസ്തകങ്ങൾ ഒരുപാട് വരുന്നു. സോഷ്യൽ മീഡിയ പറയുന്ന പുസ്തകങ്ങളാണ് പല ആൾക്കാരും വായിക്കുന്നതൊക്കെ. അത്തരം മാറ്റത്തെ എങ്ങനെ കാണുന്നു? അത് വളരെ നല്ലതാണ് ശരിക്കും. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളത് ചെയ്തിരുന്നത്, അന്ന് നവമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അപസർപ്പക ഡിറ്റക്റ്റീവ് നോവൽസ്, പ്രേത നോവലുകൾ, കാനം, അങ്ങനെയുള്ള ഈ പൈങ്കിളിയിൽ നിന്ന് അക്കാലത്ത് വിളിച്ചിരുന്ന ആളുകളുടെ നോവലുകളൊക്കെ വായിച്ച് നമ്മൾ സ്പീഡിൽ വായിക്കാൻ പഠിച്ചത്. സാഹിത്യത്തിൻ്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടികളാണ് ഇവരൊക്കെ. അങ്ങനെ നമ്മൾ അതിനകത്ത് കടന്നു. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കിക്ക് കിട്ടാതാവും. നേരത്തെ പറഞ്ഞാൽ അതിൽ നമുക്കൊരു കിക്ക് കിട്ടാതാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് വായിക്കാൻ നോക്കും. അപ്പോൾ ഒരാൾ ഇന്ന MT വാസു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, വായിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളില്ല, അത് വായിക്കാൻ നോക്കും. ബഷീർ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ബഷീർ വായിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കിക്ക് കിട്ടാൻ തുടങ്ങും. നമ്മൾ പ്രതീക്ഷിച്ചൊരു സാധനം കിട്ടും. അപ്പോൾ
അതിന് നമ്മൾ പിന്നെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ലോകോത്തര സാഹിത്യം എന്നൊക്കെ പറയുന്നതിലേക്ക് എത്തുന്നത് പതുക്കെ. പുതിയ കാലത്ത് ഈ അവസർപ്പക നോവൽ അങ്ങനെയുള്ളതിന് പകരം ആ ജോലി ചെയ്യുന്നത് ഈ ജോണറിലുള്ള എഴുത്താണ്. ഈ പുതിയ ചെറുപ്പക്കാർ എഴുതുന്ന ലൈറ്റർ വേർഷനിൽ എളുപ്പം ഒറ്റയിരിപ്പിന് വായിച്ചു എന്നൊക്കെയാണ് അതിനെപ്പറ്റിയുള്ള പരസ്യം. ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്തു. പക്ഷെ ഒറ്റയിരിപ്പിലൊന്നും വായിക്കുന്നതിന് സാഹിത്യമേ അല്ല. സാഹിത്യം ഒറ്റയിരിപ്പിന് വായിക്കാനേ പറ്റില്ല. ഒരു പേജ് പോലും നിങ്ങൾക്ക് നല്ല സാഹിത്യമാണെങ്കിൽ വായിച്ചു തീർക്കാൻ പറ്റും. കാരണം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ സ്വന്തം ഫാൻറ്റസിയിലേക്ക് പോകും. അതിൽ നിന്ന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കിക്കിൽ നിന്ന് നമ്മൾ ലഹരി പിടിച്ച് മയങ്ങിപ്പോവും. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് 3-4 ദിവസം നടക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത്രയും ഗംഭീരമാകണം യഥാർത്ഥ സാഹിത്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ആ ഒരു തുടക്കം കൊടുക്കാൻ, ഈ എഴുത്തിലേക്ക് ഉപനയിക്കാൻ എന്ന് പറയാം, നമ്മൾ പഴയ കാലത്തെ ഭാഷയിൽ പറഞ്ഞ ഉപനയിക്കാൻ എന്ന് പറയും, അത് കൈപിടിച്ച് നടത്താൻ. അങ്ങനെ പലപ്പോഴും ആദ്യത്തെ നോവലുകൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ആദ്യം എഴുതുന്ന പുസ്തകം അവരുടെ വളരെ വിജയകരമായിട്ട് പോവുകയും രണ്ടാമത്തത് അവർക്ക് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കൂടി. അതെ, ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ വരെയും കുറച്ച് ചെറുകഥകൾ ആദ്യം എഴുതുന്നു, അതിനകത്തുനിന്ന് ക്ലച്ച് പിടിച്ചു തോന്നുമ്പോൾ പേടിച്ച് നോവലിലേക്ക് കിടക്കുന്നു, കുറച്ച് ഓർമ്മ അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇവൻ്റെ ആദ്യത്തെ പുസ്തകം നോവലാ, അല്ലെങ്കിൽ ഇവൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ ആത്മകഥയാണ്. ഇവന് 17 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ആത്മകഥ, ജീവിതാനുഭവങ്ങളെ പറ്റിയുള്ള വലിയ ആത്മകഥ. അത് ഹിറ്റാവുന്നു, ആളുകൾ കൊണ്ടാടുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഹിറ്റാവുന്നു. അത് വായിച്ചില്ലെന്ന് ചോദിക്കുന്നു. ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം അതിനെ നമുക്ക് വ്യാജ എഴുത്തൊന്നും പറഞ്ഞ് കളിയാക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ആവിഷ്കരിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഈ ആവിഷ്കാരം തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആവിഷ്കാരം തന്നെയാണല്ലോ സാഹിത്യം. അതിൻ്റെ തരതമ ഭേദങ്ങളുണ്ട്. ബെസ്റ്റ്, മച്ച് ബെറ്റർ എന്നൊക്കെ പറയാവുന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു വായിക്കുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ പുതിയ തലമുറയിൽ ഒരു 10,000 പേരിലേക്ക് ഇത് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 പേര്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം 10 ലക്ഷം പേരിലേക്ക് ഇത് കയറുകയാണെങ്കിൽ, ആ 10 ലക്ഷം പേരിൽ നിന്ന് വെറും 10 പേര് അടുത്ത 5 വർഷത്തിനുള്ളിൽ നല്ല വായനക്കാരായിട്ട് മാറും. അങ്ങനെ പല 10 ലക്ഷങ്ങളിൽ നിന്ന് 10 വെച്ച് മതി. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ ശതമാനം മാത്രമേ വലിയ വായനക്കാരും വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഇങ്ങനെയുള്ള സർക്കിളുകൾ വിപുലമാകുന്നത് കൂടി, ഈ സർക്കിളിൻ്റെ അകത്തേക്ക് വരുന്ന എണ്ണം കൂടുന്നത് കൂടി, അതിൽ നിന്ന് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാവിയിലേക്ക് ഗംഭീരന്മാരായി തീരാനിരിക്കുന്ന വായനക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ വായനക്കാരിലേക്ക് ഉള്ള ചവിട്ടുപടി എന്നുള്ള നിലയ്ക്ക് ഇത് വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് ഇത് നടക്കട്ടെ, ഈ പ്രോസസ്സ് നടക്കട്ടെ. ഞാനൊരു എഴുത്തുകാരനാകും, അല്ലെങ്കിൽ എഴുത്തുകാരനായ ഒരു കോൺഫിഡൻസ് ലഭിച്ചത് എവിടെ നിന്നാണ്? കുട്ടിക്കാലത്ത് പാട്ട് പാടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ആസ്തമ രോഗം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഒരു ബന്ധു കൂടിയായിട്ടുള്ള എസ് ഹരിഹരൻ നായർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന് 2 കൈകളില്ലാത്ത മനുഷ്യനാണ്. പ്രീമേറ്റേഴ്സിൽ ജോലിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ പോയിട്ട്, അദ്ദേഹം ഹാർമോണിസ്റ്റ് ആയിരുന്നു. പിന്നെ അത് വായ്പാട്ടിലൊക്കെ കൂടുതൽ പഠിച്ച് സരിഗ സംഗീത അക്കാദമി എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ പക്ഷെ അവിടെ നിന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വലിവിൻ്റെ അസുഖമുള്ളതുകൊണ്ട് പാടാൻ പറ്റില്ല എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ളിൽ പാട്ടുകാരനാവണം, യേശുദാസായി മാറണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് പിന്നീട് ഞാൻ സ്കൂളിലൊക്കെ പാടുമായിരുന്നെങ്കിലും പ്രീ ഡിഗ്രിക്ക് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ എറണാകുളത്ത് ചേർന്നപ്പോൾ ഞാൻ സാധാരണ സ്കൂളിലൊക്കെ ലളിതഗാനത്തിന് ഫസ്റ്റായിരുന്നു. ആ മട്ടിൽ ഞാൻ അവിടെയും പേര് കൊടുത്തു. പക്ഷേ പാടാൻ ചെന്ന് നിന്നപ്പോൾ എൻ്റെ എസ് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പേര് വിളിക്കുക. അപ്പോൾ എ വെച്ച് തുടങ്ങുന്ന ഗംഭീരന്മാരായ പാട്ടുകാർ അതിഗംഭീരമായിട്ട് പാടുന്നുണ്ടപ്പോൾ ഞാൻ ചമ്മിപ്പോയി. കാരണം ഇനി ഇതിൻ്റെ മുമ്പിൽ നമുക്കൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പാട്ട് എന്നേക്കുമായിട്ടെന്ന് പറഞ്ഞോണ്ട് നിർത്തിയിരുന്നു. അന്ന് എനിക്ക് സഭാകമ്പം മാത്രമല്ല, അപകർഷതാബോധം വന്നു. കാരണം ഇത്ര ചെറിയൊരു പാട്ടുകാരനെയാണോ ഞാൻ സ്വയം യേശുദാസാവാൻ കൊണ്ടു നടന്നിരുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ആ സമയത്താണ് നമ്മൾ വായനയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യേശുദാസ് കാരണമാണ് എഴുത്തുകാരനായത്. അതെ, യേശുദാസ് എന്ന് പറഞ്ഞൊരു വലിയ ഒരു പിടിയും കിട്ടാത്തൊരു ഭീകരൻ. ഈ സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനിലെ ആ ഗായകൻ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നു. എനിക്ക് ഭയങ്കര കൊതിയുണ്ട്. ഞാനിപ്പോൾ ഒരു നന്ദിത എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടിയിട്ടൊക്കെ ഉണ്ട്. ഒരു വയനാട്ടുകാരിയായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയിട്ടായിരുന്നു നന്ദിത. അവർ ആത്മഹത്യ ചെയ്ത സ്ത്രീയാണ്. ഒരു ഒറ്റപ്പെട്ട ഒരു അത്ഭുതമായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ അവരെ പറ്റി ഒരു ബയോപിക് വന്നിട്ടുണ്ട്. ബൈജു എന്ന് പറഞ്ഞൊരു ചങ്ങാതി അത് നിർമ്മിച്ചത്. അപ്പോൾ ബൈജു അതിനകത്ത് ഒരു ചെറിയ റോൾ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ഒരു പാട്ട് അതിനകത്തുള്ള എന്നെ കൊണ്ട് പാടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പടം റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ ഏതാ ഇഷ്ടമുള്ളൊരു പാട്ട് പറയും. എൻ്റെ പഴക്കമുള്ള അല്ല, എനിക്കിഷ്ടമുള്ള പാട്ട് പഴയതിൽ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങോട്ട സിനിമയിൽ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ മായാ മഞ്ചലിൽ എന്ന് പറയുന്ന പാട്ട്. മെല്ലെ മെല്ലെ നോക്കാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ
അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. ഈ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുസ്തകം വായിക്കുന്ന എല്ലാവരും എഴുതണമെന്നില്ല. എൻ്റെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ വന്ന ഒരാളുണ്ട്. അദ്ദേഹം 48 മണിക്കൂറിനുള്ളിൽ ഒരു പുസ്തകം എന്തായാലും അദ്ദേഹം ഉറപ്പായിട്ട് വായിച്ചിരിക്കും. പക്ഷേ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പുസ്തകം എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ നന്നായിട്ട് വായിക്കുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് നല്ലത് കൊടുക്കാൻ പറ്റണം, അത് വായിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയായ നിരീക്ഷണം അത്. അതെ അതെ. അപ്പോൾ അത്തരം ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഒരുപാട് എഴുത്തുകാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു പോസ്റ്റ് പോലും വന്നത് അത് പുസ്തകമായിട്ട്. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ നമ്മളൊക്കെ എഴുതാൻ പോകുമ്പോൾ നമ്മളെ എഴുത്തിൽ നിന്ന് ഭയപ്പെടുത്തുന്നതും പിന്നോട്ടടുപ്പിക്കുന്നതും എഴുതാൻ കൈ വിറപ്പിക്കുന്നതും മറപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഗതി പ്രധാനപ്പെട്ടത് നമ്മൾ വായിച്ച മഹത്തായ പുസ്തകങ്ങളുടെ ഭാരമാണ്. നമ്മൾ മൊവിഡിക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ വേറെ ദസ്തേവ്സ്കി വായിക്കുന്നു, അല്ലെങ്കിൽ മാർക്കീസ് വായിക്കുന്നു. ആ ഒരു ഭാരത്തിൽ നിന്ന് നമുക്ക് ആ ലെവലിലേക്കുള്ള എഴുതാൻ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ നന്നാവുമോ എന്നുള്ള ഭയമുണ്ട്. ഈ കുട്ടികളൊന്നും വായിക്കാതെ നല്ല സുഖമായിട്ട് എഴുതാം. അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആ ലെവലിലുള്ള വളരെ ലൈറ്റർ സംഗതികളായതുകൊണ്ട് അവർക്ക് ഭയമേ ഇല്ല. ഇവർക്ക് ഇതിൻ്റെ ഒന്നും ഭാരമില്ല. അപ്പം മഹാഭാരതം വായിച്ചിട്ടുണ്ടോയെന്ന് നമ്മൾ ഈ പറയുന്ന പുതിയ എഴുത്തുകാരോട് ചോദിക്കാനേ പാടില്ല, കാരണം അവർ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാമായണം പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു എഴുത്തുകാരനായി തുടങ്ങണമെങ്കിൽ അയാൾ ബേസിക് രാമായണം, മഹാഭാരതം, ബൈബിള്, ഖുറാൻ, അങ്ങനെയുള്ള നമ്മൾ മതാത്മകം എന്ന് പറയുന്നതിൽ പോലും വലിയ സാഹിത്യ മൂല്യമുള്ളതാണ്. അല്ലെങ്കിൽ രഘുവംശം, കുമാരസംഭവം, അങ്ങനെയുള്ള ബേസിക് ടെക്സ്റ്റുകളുണ്ട്. ലോകത്തിൻ്റെ ഭാവനയെ നിർണയിച്ച ബേസിക് ടെക്സ്റ്റുകളുണ്ട്. അതെങ്കിലും വായിച്ചിട്ട് വേണമായിരുന്നു ഒരു ചെറിയ ഒരു ശ്രമം നടത്താൻ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇവരോട് നമ്മൾ ചോദിക്കില്ല എന്ന് അവർക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ഈ പുതിയ തലമുറപ്പെട്ട ഏതൊരു എഴുത്തുകാരൻ കുമാരസംഭവം വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. കാരണം അത് വെറുതെ അവരെ പേടിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ അതൊന്നും അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അനുശീലനം എന്നൊക്കെ നമ്മൾ സാഹിത്യ ഭാഷയിൽ പറയും, പ്രാക്ടീസ്. ഇപ്പോൾ പിക്കാസോൻ്റെ ഒരു ചിത്രം ക്യൂബിസം എന്ന് പറയുന്ന ക്യൂബിസത്തിൽപ്പെട്ട ഒരു ചിത്രം വെറുതെ ഒരാൾ കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല, ഇതെന്താ നന്നായിട്ടില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ക്യൂബിസത്തിലേക്ക് എത്തിയ ചിത്രകല ചരിത്രത്തിൻ്റെ ഒരു വലിയ പന്ഥാവിലൂടെ കടന്നു പോയ ഒരാൾക്ക് ക്യൂബിസത്തെ ആസ്വദിക്കാൻ പറ്റും. അത് റിയലിസത്തിൻ്റെയും സർറിയലിസത്തിൻ്റെയും ഒക്കെ ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ട് ക്യൂബിസം എന്ന് പറയുന്ന സംഗതിയിലേക്ക് പിക്കാസോ എത്തിച്ചേരാൻ കാരണങ്ങൾ അറിയാവുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അയാൾ അതിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു ഗംഭീരമായിട്ടുള്ളൊരു പുതിയ ആശയം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ബഹുമാനം തോന്നും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുകയില്ല. എന്ന് പറഞ്ഞ പോലെ സാഹിത്യത്തിലും നമ്മുടെ ഈ ചരിത്ര ദീർഘമായിട്ടുള്ള നമ്മുടെ മലയാള സാഹിത്യത്തിന് ദീർഘമായ ചരിത്രം, ഇപ്പോൾ രാമചരിതം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. അതിനുശേഷം ഇങ്ങോട്ട് പോകുന്ന 1000 വർഷത്തിൻ്റെ പാരമ്പര്യം നമ്മളൊരു കവിതയ്ക്ക് മാത്രമുള്ളത്. അപ്പം അതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഭയം ഒക്കെ ഉള്ളത്. ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവർ ഫേസ്ബുക്കിലെ 2-3 കവിതകൾ മാത്രം അതിൻ്റെ ഗംഭീരമായി നീ ഭാവിയിൽ വലിയ കഥാകൃതം കവിയാവും എന്നുള്ള പ്രശംസ മാത്രം കേട്ട് വളരുന്ന കുട്ടികൾ. അവരെ കുറ്റം പറയല്ല ഞാൻ, പക്ഷെ അവർക്ക് ഈ ഭാരമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ധൈര്യത്തോടെ എഴുതാൻ പറ്റും. അത് പുതിയ കുട്ടികളിൽ തന്നെയാണത് വായിക്കുന്നത്. അല്ലാതെ ഇപ്പം നല്ല സാഹിത്യം വായിച്ച് ശീലമുള്ള ഒരാൾ ഇതൊന്നും വായിച്ചിട്ട് സമയം കളയാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന കൃതികൾ പിന്നീട് വായിച്ചേക്കാം. അപ്പം അതിനകത്ത് തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിയ ചില സൃഷ്ടികളൊക്കെ പുസ്തകമായിട്ട് വന്നപ്പോൾ നല്ല ശ്രദ്ധിക്കപ്പെട്ടു, നല്ല പുസ്തകങ്ങളുമാണ് പലതും. അപ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് നമ്മൾ ചില വാക്കുകൾക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നത്. അതായത് ഇപ്പോൾ ചെറ്റ എന്ന് പറഞ്ഞുള്ള വാക്ക്, അതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഒരു പുസ്തകത്തിലൂടെയാണ് പറഞ്ഞത്. അങ്ങനെ കുറേയധികം വാക്കുകൾ ഇതിനകത്തൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാനിപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. നമ്മൾ റിപ്പബ്ലിക് പതിപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിവസത്തിൽ ആ ആഴ്ചയിൽ ഒരു പതിപ്പ് ഇറക്കാറുണ്ട്. ഇന്ത്യൻ ഭാഷകളിൽ മികച്ച കണ്ടംപററി സാഹിത്യം കണ്ടെത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വിവർത്തനം ചെയ്ത് കഷ്ടപ്പെട്ട് വരപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ നമ്മുടെ മലയാളം എത്തിച്ചേർന്ന ഉയരങ്ങളിലേക്കൊന്നും അന്യഭാഷകൾ എത്തിയിട്ടില്ല, സത്യസന്ധമായിട്ട് പറയാം. അല്ലാത്ത ഭാഷകളുടെ ഒപ്പം നിൽക്കുന്ന ഭാഷകളുടെ ബംഗാളി ഉദാഹരണത്തിന്, കന്നഡ, തെലുഗു, തമിഴൊക്കെ നമ്മളോട് തോളോട് തോള് ചേരുന്ന ഭാഷകൾ തന്നെയാണ്. ഹിന്ദിയിലും ഓഫ് കോഴ്സ് നല്ല കഥകളും കവിതകളും ഒക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ ഇന്ത്യൻ ഭാഷകൾ എന്ന് വെച്ചാൽ 10-22 ഭാഷകൾ ഔദ്യോഗികമായിട്ടുള്ള ഭാഷകൾ തന്നെയുണ്ട്. നമ്മുടെ 800ഓളം ഭാഷകളുള്ള ഒരു രാജ്യത്ത് 10-22 ഭാഷകൾ പ്രധാനപ്പെട്ട ഭാഷകളുണ്ട്. ആ ഭാഷകളിലെ പോലും ഒരു 4-5 ഭാഷകളിലെ രചനകൾ ഒഴിച്ചാൽ വളരെ സബ്സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാവുന്ന നിലവാരമില്ലാത്ത, അതായത് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ സെലക്ട് ചെയ്യുന്ന പോലും ഇങ്ങനെയാണ്.
അപ്പോൾ അതിനർത്ഥം നമ്മുടെ മലയാളം വളരെ മുകളിൽ, നമ്മൾ അഭിമാനത്തോടെ പറയാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ മലയാളത്തിൻ്റെ കഥയും നോവലും കവിതയും എല്ലാം വളരെ മുകളിലുള്ള ലോക നിലവാരത്തിലുള്ള കൃതികൾ ഇറങ്ങുന്ന ഭാഷയാണത്. അപ്പോൾ അവിടെ ഒരു ചലനം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ പൂർവ്വസൂരികളുടെ മുൻപേ പോയ ഗംഭീരന്മാരായ എഴുത്തുകാരുടെ നിരയിലിരിക്കാൻ പറ്റുന്ന പുസ്തകം എഴുതണമെങ്കിൽ അങ്ങനെ ക്ഷിപ്രസാധ്യമായിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് കുറച്ച് അധ്വാനവും ധ്യാനവും ആവശ്യമുണ്ട്. അപ്പം ഞാനത് ഒരു 10 വർഷം എടുത്തിട്ടാണ് മനുഷ്യനാമുഖം എഴുതിയത്. അത് എഴുതുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇത് ഭാവിയിൽ മലയാളം അഭിമാനത്തോടെ വായിക്കുന്ന ഒരു പുസ്തകമായിരിക്കണം. നിങ്ങൾ വായിച്ച ഏതെങ്കിലും കുറേ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പെടാവുന്നൊരു പുസ്തകമായിരിക്കരുത്. അത് എഴുതിയ ആളെ എന്നതിനേക്കാൾ ഉപരി അത് എഴുതിയ കാലത്തിൻ്റെ ഒരു സർഗാത്മക പരിശ്രമത്തിൻ്റെ ഒരു മാക്സിമത്തെ അത് അടയാളപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരു 100 വർഷം കഴിഞ്ഞാലും മലയാളി അഭിമാനത്തോടെ നോക്കുന്ന ഒരു പുസ്തകമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ദുരാഗ്രഹമായിട്ടുണ്ടായിരുന്നു. ചർച്ച ചെയ്യപ്പെടണം, ചർച്ചയെ ഉള്ളിൽ കൊള്ളണം എന്നുള്ളത്. മലയാളി ഇത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ തന്നെ ചെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്, എനിക്കൊന്ന് ചില ആൾക്കാർ ആദ്യം അത് വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല. പിന്നീട് ഒന്നുകൂടി വായിക്കുമ്പോഴായിരിക്കും ചെറ്റ എന്ന വാക്കിന് മറ്റു ചില അർത്ഥം കൂടിയാണ്. നമ്മളതിനെ വളരെ മോശം വേർഡായിട്ടാണ്. അതെ. മലയാളിക്ക് ഈ ഭാഷയുടെ വേരിനെ പറ്റി ഒരു ധാരണയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അതിനത് പറയുന്നത്. അത് പിന്നീട് ചെറ്റത്തരം എന്നുള്ള വാക്കൊക്കെ നമ്മുടെ ചർച്ചയിൽ വന്നെങ്കിലും ഈ നോവൽ അതിനൊക്കെ വളരെ മുമ്പ് എഴുതപ്പെട്ടതാണ്. അതായത് അത് എഴുതിയത് 10 വർഷം എടുത്തിട്ടാണ്. അതിനകത്തൊരു 3ാമത്തെ 4ാമത്തെ അധ്യായമാണ് ഈ ചെറ്റ എന്ന് പറയുന്നത്. അത് ഇറങ്ങിയിട്ട് ഇപ്പോൾ 10, 12, 13 വർഷം കഴിഞ്ഞു. അതിന് ആ ഘട്ടത്തിലൊക്കെയാണ് ഇതിനെപ്പറ്റി ചർച്ച വരുന്നത്. നമ്മളിപ്പോൾ ചാത്തൻ എന്നുള്ള വാക്ക് പറയുന്നു, ചെറ്റ എന്നുള്ള വാക്ക് പറയുന്നു. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സഹോദരങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവൻ ജീവിച്ച വീടിൻ്റെ പേരോ അവൻ്റെ അച്ഛൻ്റെ പേരോ ഒക്കെ ആയിരുന്നു. അത് നമ്മൾ ഒരു ഫ്യൂഡൽ സവർണ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ, മുകളിൽ നിന്നാണെന്ന് കരുതുന്നവർ, തെറ്റിദ്ധരിച്ചെങ്കിലും മുകളിൽ നിന്നാണെന്ന് കരുതുന്നവർ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച മോശം പദങ്ങളായിട്ട് നമ്മൾ ശകാര വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്നുള്ളത്. ചെറ്റ എന്ന് വെച്ചാൽ ഓലക്കുടിൽ നിന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓലക്കുടിൽ ജീവിക്കപ്പെട്ടവനെ സൃഷ്ടിക്കുന്നത് നമ്മളും കൂടി ചേർന്നിട്ടാണ്, സമൂഹമാണ്, അല്ലാണ്ട് അവൻ്റെ കുറ്റമല്ല അത്. അപ്പോൾ അതിനെ പിന്നെ ഒരു ശകാരപദമായിട്ട് മാറ്റുക, ഒരു മോശം സ്ഥാനം കിട്ടിയ ഒരു ചാത്തൻ സ്ഥാനം എന്ന് പറയുമ്പോൾ, ചാത്തൻ എന്നുള്ള പേര് നമ്മുടെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ പേരാണല്ലോ. അയാളും കൂടിയും കേൾക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ ഇത് പ്രക്ഷേപിക്കുന്നത്. ഇതൊരു മോശം പദം. നാറി എന്നുള്ള വാക്ക്, വേർപ്പ് നാറിയെ ഫ്യൂഡൽ തമ്പ്രാക്കന്മാർ വിളിച്ചിരുന്നതാണ് നാറി എന്നുള്ളത്. അവൻ അധ്വാനിക്കുന്ന പാവം, ഞാനിവിടെ ഇരുന്ന് അവൻ്റെ വേർപ്പ് കൊണ്ട് തിന്നുന്ന മിടുക്കൻ, അതാണ് എൻ്റെ ധ്വനി. പരനാറി എന്ന് വെച്ചാൽ തോട്ടിപ്പണിക്കർ, സ്കാവഞ്ചറാണ്, പരമമായ നാറ്റമുള്ളവനാണ് പരനാറി. അവനെ അങ്ങനെ ആക്കുന്നത് നമ്മുടെ ഗാന്ധി പറഞ്ഞ പോലെ എൻ്റെ മലയാണ് അവൻ ചുമക്കുന്നത്. അത് അവൻ്റെ തെറ്റല്ല, എൻ്റെ തെറ്റാണ്. എൻ്റെ അഴുക്ക് വേറൊരുത്തൻ്റെ മേത്ത് വച്ച് കെട്ടുന്നത് എൻ്റെ തെറ്റാണ്, അവൻ്റെ തെറ്റല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ നമ്മൾ ശകാരപദങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ആദ്യമാണ് താങ്കൾ പറഞ്ഞ ഇതിനകത്തുള്ളത്. എല്ലാ പുസ്തകങ്ങളും എടുത്ത് നോക്കുമ്പോൾ മനുഷ്യനെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യനെ പറ്റിയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ലോകത്തെ എല്ലാ എഴുത്തുകാരും എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സിംഹത്തെ നായകനായിട്ട് കഥ എഴുതുമ്പോഴും മനുഷ്യനെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പോൾ പഞ്ചതന്ത്രം കഥകളൊക്കെ, മൃഗകഥകളുണ്ട് ഒരുപാട്. പക്ഷെ അത് വായിക്കുന്നതിലൂടെ നമ്മൾ മനുഷ്യനെ പറ്റിയാണ് നമുക്ക് റിവീൽ ചെയ്യുന്നത്, നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. മഹാത്മാഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു വലിയ പരിഹാരമാണ്. അത് പക്ഷേ നമ്മുടെ മണ്ണിൽ അലിഞ്ഞ് പരന്നുപോയി, ഉപ്പ് എന്നതുപോലെ. ഉപ്പിനുള്ളൊരു വലിയ ക്വാളിറ്റി നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഉപ്പ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഉപ്പ് പരന്നലിഞ്ഞു പോകും. ഒരു തരി പോലും കാണാൻ പറ്റാതെ, വെള്ളത്തിൻ്റെ കളർ പോലും മാറ്റാതെ അത് സാധാരണ വെള്ളം പോലെ ഇരിക്കും. പക്ഷെ ഉപ്പ് രുചിക്കാനായിട്ട് പറ്റും. അതേ വെള്ളം നമ്മൾ വറ്റിച്ചാൽ, അവസാനത്തെ തുള്ളി വരെ വറ്റിക്കഴിഞ്ഞാൽ ഉപ്പ് ക്രിസ്റ്റലായിട്ട് തന്നെ അടിയും. അതായത് അലിഞ്ഞു പരന്നുപോയ സാധനം ക്രിസ്റ്റൽ രൂപത്തിന് അടിയിൽ അടിഞ്ഞു. അങ്ങനെ കിട്ടുന്ന ഉപ്പ് കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായിരിക്കും. കാരണം മുമ്പ് ഉപ്പിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതുകൂടി വെള്ളത്തിൽ പോയിട്ട് റീക്രിസ്റ്റലൈസേഷൻ ചെയ്ത സംഗതി അതിശുദ്ധമായ ഉപ്പായിരിക്കും. അളവിലൊട്ടും കുറവുണ്ടാവില്ല, ഒരു തരി പോലും അളവിൽ കുറവുണ്ടാവില്ല. അപ്പോൾ അതുപോലെ മഹാത്മാഗാന്ധി ഇന്ത്യൻ മണ്ണിൽ, ഇന്ത്യൻ അന്തരീക്ഷത്തിൽ, ഇന്ത്യയുടെ ജീവിതത്തിൽ, ഇന്ത്യയുടെ രക്തത്തിൽ അലിഞ്ഞ് പരന്നുപോയൊരു ഉപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഉപ്പിനെ ഈ അഴുക്കിന്റെ വെള്ളം വറ്റിച്ചാൽ വീണ്ടും ആ ഉപ്പ് അതിശുദ്ധമായിട്ട് തിരിച്ചു കിട്ടും. കാരണം ഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഗാന്ധിയുടെ ആദർശങ്ങൾ, ആർജവം, സത്യനിഷ്ഠ,
വ്രതനിഷ്ഠ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 കോമൺ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം വരെ ആത്മസമർപ്പണം ചെയ്യാനുള്ള ദൃഢനിശ്ചയം, ജീവൻ കൊടുത്തു പോലും ആ ദൃഢനിശ്ചയമൊക്കെ ഇന്ത്യയുടെ സ്വന്തമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിന്റെ സ്വന്തമാണ്. അത് പേഴ്സോണിഫൈ ചെയ്ത ഒരാളാണ് മാത്രമാണ് ഗാന്ധി. അല്ലാണ്ട് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പുത്ലിഭാവി ഉണ്ടാക്കി ഒരു കുട്ടിയല്ല. ഇന്ത്യയുടെ മുഴുവനും ആദർശങ്ങൾ ഒരു മനുഷ്യനിലേക്ക് പേഴ്സോണിഫൈ ചെയ്തതാണ്. ഇപ്പൊ യേശുദാസിനെ പറ്റി പറഞ്ഞ പോലെ നമ്മുടെ ദൈവത്തെ പോലെ പാർണം ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമ്മുടെ ആഗ്രഹമാണ് യേശുദാസിലൂടെ പൂത്തു വന്നത്. അതുകൊണ്ട് യേശുദാസ് സ്വയം ഇങ്ങനെ ഉണ്ടായി വന്നതല്ല. നമ്മൾ കപ്പം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക്. നല്ല ശബ്ദം കേൾക്കാൻ, നല്ല പാട്ട് കേൾക്കാനുള്ള നമ്മുടെ കൊതി യേശുദാസിലേക്ക് നമ്മൾ നികുതി ടാക്സ് അടയ്ക്കുന്നുണ്ട് അയാളുടെ ആത്മാവിലേക്ക്. അതുപോലെ മഹാത്മാഗാന്ധിയിലേക്കും നമ്മൾ ഇന്ത്യൻ ജനത ഈ നികുതി അടച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗാന്ധി ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ ഗാന്ധി മരണശേഷവും ശരിക്കും തുടരേണ്ടത് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ആ ഗാന്ധിയെ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ മാത്രം കഴിഞ്ഞാൽ മതി ഇന്ത്യയുടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഗാന്ധിക്ക് ഒരുപാട് വിമർശനത്തിന് സാധ്യതയുള്ള ഇടങ്ങളുണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. കാരണം ഒരു കാലത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ പഴയ കാലത്തിൽ നിന്നൊരാളെ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പുതിയ ജീവചരിത്രങ്ങൾ എഴുതുമ്പോൾ അവർ അതിൻ്റെ അടിക്കുറിപ്പിൽ അറ്റ് ഹിസ് ടൈംസ് എന്ന് കൊടുക്കും. ലിയനാർഡോ ഡാവിഞ്ചി അതിൻ്റെ താഴെ അറ്റ് ഹിസ് ടൈംസ്. അതായത് അത് പൊളിറ്റിക്കലി കറക്റ്റാക്കാൻ വേണ്ടി ശ്രമമാണ്. കാരണം അന്നത്തെ ഡാവിഞ്ചിയെ പറ്റിയുള്ള പുസ്തകമാണ്. അല്ലാണ്ട് ഇന്നത് വായിച്ച് ഡാവിഞ്ചി ഇങ്ങനെയാണോ ചിന്തിച്ചത്, മോശമല്ലേ എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ ഇപ്പോൾ ഡാവിഞ്ചി അടക്കമുള്ള 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലുള്ള ആളുകളെ പറ്റിയുള്ള പറയുമ്പോൾ ഗോൾഡൻ എറ ഓഫ് ബാസ്റ്റാർഡ്സ് എന്നാണ് പറയുക. അവർ ഡാവിഞ്ചിയെ പറ്റിയുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിൻ്റെ പേര് ദ ഗോൾഡൻ എറ ഓഫ് ബാസ്റ്റാർഡ്സ് ആണ്. അതായത് തന്തയില്ലാത്ത മക്കളുടെ സുവർണ കാലമാണ്. അതായത് ഈ ഗംഭീരന്മാരായ അതിഗംഭീരന്മാരായ കലാകാരന്മാർ, യൂറോപ്യൻ കലാകാരന്മാരൊക്കെ അച്ഛനാരെന്നറിയാത്ത അന്നത്തെ ഒരു സെറ്റപ്പാണ്, സോഷ്യൽ സെറ്റപ്പാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, സംബന്ധത്തിന്റെ കാലത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് അവരെ ഡാവിഞ്ചിയെ ബാസ്റ്റാർഡ് നമുക്ക് വിളിച്ചാൽ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആവില്ല, അല്ലേ? സത്യം അതാണെന്നിരിക്കെ അതൊരു കാലത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രൊവൈഡഡ് ഇങ്ങനൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എല്ലാത്തിനെയും അളക്കാൻ. ആ ഒരു സംഗതി മഹാത്മാഗാന്ധിക്കും ആ അളവ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ചാതുർവർണ്ണയത്തെ അംഗീകരിച്ചു എന്നൊക്കെ ചിലർ പ്രസംഗിക്കുന്നതൊക്കെ അങ്ങനെയല്ല. ഗാന്ധി സ്വന്തം ജീവിതം പരീക്ഷണാത്മകമായിട്ട് കണ്ടതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയ്ക്ക് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പേരിട്ട്. കാരണം സത്യത്തെ അന്വേഷിച്ചാൽ പല പരീക്ഷണങ്ങളും ഏർപ്പെടുകയാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം എത്തിച്ചേർന്ന പുതിയ പുതിയ ഏരിയകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നിട്ട് അവസാനം ഗാന്ധി എന്തായി എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്നിട്ട് അവസാനം ഗാന്ധി എന്തായി? ഹിന്ദു മതഭ്രാന്തന്മാരുടെ വെടിയേറ്റ് മരിക്കുന്ന ഒരാളായി മാറി. അതാണ് അദ്ദേഹത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഗാന്ധിയെ പഠിക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ ചാതുർവർണ്ണയത്തെ അനുകൂലിച്ചിരുന്നു, അല്ലെങ്കിൽ സനാതന ഹിന്ദുത്വത്തെ അഡ്വക്കേറ്റ് ചെയ്തിരുന്നു എന്ന് നിങ്ങൾ ഗാന്ധിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ഹിന്ദു മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരിക്കണം എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതല്ല ഗാന്ധി എന്ന് അതിനർത്ഥം കിട്ടും. അപ്പം അങ്ങനെ വേണം ഗാന്ധി പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നമ്മുടെ പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ മരുന്നായി തീരും അദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും എഴുത്തുകാർ ഒരുപാട് വിമർശനങ്ങൾ നേരിടാറുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ മനുഷ്യരുടെ ആമുഖം ഒക്കെ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ആ ഒരു കവർ പേജിനൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത്തരം വിമർശനങ്ങളെ നേരിടുന്നത്? എങ്ങനെയാണ്? അല്ല, നമ്മൾ വിമർശനം ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് പേടിക്കേണ്ട വിമർശനങ്ങളെ, ചെയ്യുന്നവൻ എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ സൈലൻ്റായിട്ട് ജീവിച്ച് ഭക്ഷണം കഴിച്ച് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി ലോൺ എടുത്ത് വീട് വെച്ച് അങ്ങനെ മരിച്ചു പോകുന്ന ഒരാൾക്ക് വലിയ വിമർശനമൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു സാംസ്കാരിക പ്രവർത്തനം ഇടപെടുമ്പോൾ, ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ, നമ്മളെ പേര് കേൾപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഈച്ച് ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു പ്രതിപ്രവർത്തനം വരും. അതിലൊന്നു മാത്രമാണ് ഈ ആസ്വാദനം പോലെ ഒന്ന് മാത്രമാണ് ഈ വിമർശനം എന്ന് പറയുന്നത്. ഒരാൾ വിമർശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് സമൂഹത്തിൽ. അതുകൊണ്ടാണല്ലോ അയാൾ വിമർശിക്കപ്പെടുന്നത്. പക്ഷെ നമ്മൾ വിമർശിക്കപ്പെടുന്നത് നമ്മുടെ സർഗാത്മകതയുടെ പേരിലാണ്. അപ്പം അതുകൊണ്ട് അത് ഓക്കെ, അത് അയാൾക്ക് ആ പറയുന്ന ആളുടെ മാത്രം ഒരു അഭിപ്രായം മാത്രമാണ് വിമർശനം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ അഭിപ്രായമേ അല്ല. അയാൾ സമൂഹത്തിൻ്റെ അഭിപ്രായമാണ് ഇതെന്ന് മറ്റുള്ള അയാൾ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് സമൂഹത്തിൻ്റെ അഭിപ്രായമേ അല്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ പുസ്തകം എഴുതുമ്പോൾ ഒരുപാട് പേര് വായിക്കുന്നു, അത് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കുന്നു. എന്നിട്ടും ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് വിമർശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം അവരതിനെ വേറെ രീതിയിൽ മനസ്സിലാക്കിയെന്ന് മാത്രമല്ലേ അർത്ഥമുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ എഴുത്തും പത്രപ്രവർത്തനവും ഈ രണ്ട് കാര്യങ്ങളും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? രണ്ടും ഒരേ പ്രവർത്തനത്തിന് രണ്ട് വശങ്ങളാണ് ആക്ച്വലി. ഇത് സർഗാത്മകതയെ നമ്മൾ ചാനലൈസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എൻ്റെ പത്രപ്രവർത്തനം. അതായത് നമ്മൾ മാഗസിൻ ജേർണലിസം എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല എന്നുള്ള നിലയ്ക്ക്
നമുക്ക് അങ്ങനെ അതിനെ കാണുന്നത്. അത് സത്യസന്ധമായിട്ടും ആർജവത്തോടെയും ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അതിന് പ്രത്യേക സമയം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. 10 മണി തൊട്ട് 5 മണി വരെയുള്ള സമയമാണ്. നമ്മൾ ഓഫീസിൽ മറ്റേതെങ്കിലും ഒരു ജോലി, ഞാൻ വർക്ക്ഷോപ്പിലാണ് ജോലി, ഒരു വർക്ക്ഷോപ്പുകാരനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മിഠായി കച്ചവടക്കാരനാണെങ്കിലോ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു സമയത്താണ് അത് ചെയ്യുന്നത്. അത് അതിൻ്റേതായ ഉത്തരവാദിത്തത്തോടെ വേണം നമ്മൾ നിർവഹിക്കാൻ. ആഴ്ചപ്പതിപ്പുകൾ ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഒരു കുറച്ചു കാലം മുന്നേ ആഴ്ചപ്പതിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരു കാലമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും ആൾക്കാർ? ഇപ്പോൾ അത് കൂടുതലായിട്ടുണ്ട്. ഇപ്പം മാക്സ്റ്റർ എന്നൊക്കെ പറഞ്ഞുള്ള ആപ്പ് വഴി നമ്മുടെ ആഴ്ചപ്പതിപ്പ് അതായത് ദിവസം തന്നെ ഇപ്പോൾ ഖത്തറിൽ ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ നിന്നുമായിട്ട് വന്നപ്പോൾ കേട്ട നല്ല സന്തോഷങ്ങളിലൊന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചത് ഇങ്ങനെ നിങ്ങൾ വായിക്കണമെന്ന് എല്ലാവരും മാക്സ്റ്ററാണ് പറഞ്ഞത്. മാക്സ്റ്റർ വന്ന് വലിയൊരു ഭാഗ്യമായിട്ടോ. നാട്ടിൽ പോകുമ്പോൾ ചാക്കുകളിൽ കെട്ടിയിട്ട് ഒന്നിച്ച് വീട്ടിൽ അമ്മ എടുത്ത് വെച്ചേക്കും ഞാൻ കൊണ്ടുവന്നിട്ടാണ് വായിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ ആഴ്ചയിലും കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ കാലം വന്നപ്പോൾ നമ്മുടെ ഈ ലെഗസി അല്ലെങ്കിൽ നമ്മുടെ ഈ 92 വർഷത്തിലധികം പാരമ്പര്യമുള്ളൊരു മാഗസീനാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ മാഗസീനാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എഴുത്തുകാർ മലയാളികളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ മലയാളികൾ, ഇപ്പോൾ ജ്ഞാനപീഠ ആദ്യത്തെ കിട്ടിയ മലയാളിയാണെന്ന് വിശ്വസിക്കുമ്പോൾ ആ മലയാളികളെല്ലാം എഴുതിയ മാഗസീൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അവരെ പ്രശസ്തരാക്കിയ പ്രഗത്ഭരാക്കിയ പ്രസിദ്ധീകരണം മാതൃഭൂമി. ഇന്നും അത് തുടരുകയാണ്. അതിൻ്റെ ലെഗസിക്ക് മാറ്റമില്ല. അപ്പോൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആർജവത്തോടെയുള്ള രീതിയിൽ നമ്മൾ നിർവഹിച്ചാൽ മാത്രം മതി. ബാക്കി നമുക്ക് 24 മണിക്കൂറിൽ നമ്മൾ എന്തെല്ലാം വേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് എഴുത്ത് പോകുന്നത്. തീർച്ചയായിട്ടും. പുതിയ എഴുത്തുകാരോട് അവർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണമെന്നുള്ളൂ. അപ്പോൾ എന്താണ് അവർ ഏത് തരം പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്? അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? നമ്മൾ എഴുത്തുകാരനെയാണ് നമ്മൾ ഒരു സാംസ്കാരിക നായകൻ എന്നൊക്കെ പറയാം. നോക്കൂ, നിങ്ങൾക്ക് 10 വരി കവിത പോലെ എന്തെങ്കിലും എഴുതിയാൽ തന്നെ നിങ്ങൾ അവനൊരു കവിയാട്ടോ എന്ന് കള്ളു പറയും. പക്ഷെ നിങ്ങളൊരു മരത്തിൻ്റെ പണി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഗംഭീരമായ കലമോ കുടമോ മരമോ അല്ലെങ്കിൽ ഒരു മേശയോ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾ നല്ല ഒരു ആശാരിയാണെന്നോ തയ്യൽക്കാരനാണെന്നോ ഒക്കെ പറയുള്ളൂ. അയാൾ അതിനകത്ത് അർപ്പിക്കുന്ന ഒരു വലിയ ഡെഡിക്കേഷൻ ഉണ്ട്. ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന അതിന് ഒരുപാട് പരിശീലനമുണ്ട്. അത് പുതിയൊരു ഡിസൈൻ കണ്ടെത്തുമ്പോൾ ആഹ്ലാദമുണ്ട്. ഇപ്പോൾ ഒരു വഞ്ചി ഉണ്ടാക്കുന്ന ഒരാൾ അതിൻ്റെ കേവ് ഭാരത്തെ പറ്റിയുള്ള സയൻസ് മുതൽ അതിൻ്റെ ഷേപ്പിനെ പറ്റിയുള്ള സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാട്, പിന്നെ അതിൻ്റെ പെർഫെക്ഷൻ, പിന്നെ അതിൻ്റെ അധ്വാനം. ഒരു മരം, ഒരു മാവിൻ്റെ ഒരു തടി കൊത്തി ഒരു ചെറിയ കൊതുമ്പ് വെള്ളം ഉണ്ടാക്കുന്ന ഒരാളെ സങ്കല്പിച്ച് നോക്കിയാൽ അറിയാം എത്ര മാത്രം ഡെഡിക്കേഷൻ അതിൻ്റെ പിന്നിൽ ഉണ്ടാവും. പക്ഷേ ഈ വഞ്ചി ഉണ്ടാക്കിയ ആളെയോ മേശ ഉണ്ടാക്കിയ ആളെയോ കലമുണ്ടാക്കിയ ആളെയോ നമ്മൾ പത്മശ്രീ കൊടുത്ത് ബഹുമാനിക്കുന്നില്ല. അവരെ നമ്മളൊരു വേദിയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോ വിളിച്ചിരുത്തിയിട്ട് സാർ പറയൂ സാർ ആദ്യത്തെ വഞ്ചി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണെന്ന് നമ്മൾ ചോദിക്കില്ല. അവരൊക്കെ ചരിത്രത്തിൽ മങ്ങി മറിഞ്ഞു പോകുന്നവരാണ്. പക്ഷേ അവരുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ പ്രശസ്തിയും നാട്ടുകാരുടെ അംഗീകാരവും ലോകത്തിൻ്റെ അംഗീകാരവും ബഹുമാനവും കിട്ടുന്നവരാണ് എഴുത്തുകാർ. ആ എഴുത്തുകാരുടെ ബഹുമാനം, അതിൻ്റെ അർത്ഥം ഇതിനേക്കാളൊക്കെ വലുതായിരിക്കണം എന്നാണ് ഈ പണി, എഴുത്തെന്ന് പറഞ്ഞ പണി. അപ്പോൾ അതിന് അർഹമായ രീതിയിൽ അവരുടെ എഴുത്തിൽ എത്രമാത്രം ഈ ടച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ചുളുവിന് സാധിക്കാവുന്നൊരു പ്രശസ്തിയോ ചുളുവിന് സാധിക്കാവുന്നൊരു കാര്യമല്ലേ സാംസ്കാരിക നായിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കഥയോ കവിത എഴുതുകയാണെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് ഒരു വഞ്ചി കൊത്തി ഉണ്ടാക്കുന്ന ആളുടെ പണി പോയി നോക്കി നിൽക്കണം. ഒരു കുടം കറങ്ങുന്ന ചക്രത്തിൽ കുഴഞ്ഞ മണ്ണ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൈ ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിനിങ്ങനെ ഉരുക്കിയെടുത്ത ഒരു ഗംഭീരമായൊരു മൺകുടം, ഒരു മൺകല ഉണ്ടാക്കുന്ന ഒരാളുടെ പണി നിങ്ങൾ ആദ്യം പോയി ഒന്ന് കാണണം. അത് കണ്ടിട്ട് അയാൾക്ക് അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾ അറിയണം. അയാൾക്ക് അതിന് കിട്ടുന്ന പ്രശസ്തി എത്രയാണെന്ന് നിങ്ങൾ അറിയണം. എന്ന ആ ധാരണയോട് കൂടിയിട്ട് നിങ്ങളൊരു കടലാസിന് മുമ്പിൽ ഒരു ചെറുകഥ എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ വിറയ്ക്കും. കാരണം അതിനേക്കാൾ മികച്ച ഒരു അംഗീകാരം കിട്ടാനുള്ള പണിയാണ് ഞാൻ എത്രമാത്രം പരിശീലിച്ചു, ഞാൻ എൻ്റെ എഴുത്തിന് വേണ്ടി എത്രമാത്രം മണ്ണ് കുഴച്ചു, എത്രമാത്രം വെള്ളം ചേർത്തു, കേവ് ഭാരത്തെപ്പറ്റി ഞാൻ എന്ത് പഠിച്ചു, നിങ്ങളുടെ എഴുത്തിൻ്റെ കേവ് ഭാരത്തെപ്പറ്റി നിങ്ങൾക്ക് എത്ര ധാരണയുണ്ട് എന്നുള്ളതിന് ഒരു ബേസിക് ധാരണയോടുകൂടി ഇരുന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കഥയും കുറച്ചും കൂടി നല്ല കവിതയും സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇപ്പം റീസെൻ്റായിട്ട് വായിച്ചൊരു പുസ്തകത്തെ പറ്റി പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡാവിഞ്ചിയുടെ ജീവചരിത്രമാണ് ഏറ്റവും അവസാനം വായിച്ചു തീർത്ത വലിയ പുസ്തകം. പിന്നെ മലയാളത്തിൽ ഇറങ്ങുന്ന മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഒരു കോപ്പി നമ്മുടെ മേശപ്പുറത്ത് വരുന്നതുകൊണ്ട് അതിനകത്ത് തെരഞ്ഞു പിടിച്ചിട്ട് ഏറ്റവും നല്ല പുസ്തകങ്ങൾ എന്ന് പറയപ്പെടുന്നതൊക്കെ അതാത് സമയങ്ങളിൽ തന്നെ വായിക്കാറുണ്ട്. പിന്നെ ക്ലാസിക്കുകൾ,
നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് ക്ലാസിക്കുകളിലുള്ള ആർത്തി കൂടി വരും. നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചു എന്ന് കരുതി തള്ളിപ്പോയ കുറേ കാര്യങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വായിച്ചിട്ടില്ല ശരിക്കും, അല്ലെങ്കിൽ വായിച്ചു എന്ന് വരുത്തിയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അപ്പോൾ അത് എഴുത്തുകാർ വയസ്സായിട്ടും ഭാഷ വയസ്സായിട്ടും ലോകത്തിലെ വായിച്ചിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കൃതികൾ വീണ്ടും വായിക്കാറുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചുരുക്കം. കാരണം എനിക്ക് ഇനി എഴുതാനുള്ള ഭാവികാല എഴുത്തിലേക്ക് കുറേ സഹായം ചെയ്യുന്ന, നമ്മളെ മാർഗനിർദ്ദേശം ചെയ്യുന്ന, നമ്മളെ കുറച്ചുകൂടി പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീരന്മാരായ എഴുത്തുകാരുടെ കൃതികൾ പിന്നെയും വായിക്കലാണ് ഇപ്പോഴത്തെ ഒരു 10-50 വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള ഒരു മാറ്റം. അതാണ് കാരണം പുതിയ കാലത്തിൻ്റെ എഴുത്തുകൾ നമ്മളെ അങ്ങനെ പ്രചോദിപ്പിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പോലും ഇതിൽ നന്നായി ചെയ്യുമായിരുന്നു തോന്നലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പഴയ കാലത്തിൻ്റെ കൃതികളാണ് ഇപ്പോൾ കൂടുതലും വായിക്കുന്നത്. എന്നാലും ഒരുപാട് നന്ദി. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ നമ്മളുടെ കൂടെ ഇത്രയും സമയം എത്തിയതില്ല. താങ്ക് യു. റേഡിയോ മലയാളത്തിൽ വന്ന് ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയല്ലോ, വലിയ സന്തോഷം. ഇതൊരു അവിചാരിതമായ സന്തോഷമായിരുന്നു. അതായത് ഞാനിത് ആസ്വദിച്ചു. താങ്ക് യു.